ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 27 മെയ് എന്ന് പറയുന്ന തീയതിയിൽ നമ്മുടെ പത്രമാണ് വായിക്കുന്നത്. ഓക്കെ, അതായത് ഇന്നത്തെ പത്രമാണ് വായിക്കുന്നത്, തേഴ്സ്ഡേത്തെ പത്രമാണ് വായിക്കുന്നത്. സോ നമ്മൾ ഇന്നലെ സൈക്ലോൺ യാസിനെ പറ്റി കുറേ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഒഡീഷയുടെ തീരത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. സോ ഒഡീഷയിലുള്ള ബാലാസോർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് അടിച്ചിരിക്കുകയാണ്. സോ നാല് പേര് ഒഡീഷയിൽ മരിച്ചു, ഒരാൾ ബംഗാളിൽ മരിച്ചു. കുറേ ഏരിയാസ് ഇനണ്ടേറ്റഡ് ആണ്. ഇനണ്ടേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലഡിന് പറയുന്ന വേറൊരു പേരാണ് ഇനണ്ടേറ്റഡ്. ഓക്കെ, ഫ്ലഡ് വന്ന് സംഭവങ്ങളൊന്നും അടിയത്തില്ലേ, ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം. ലുക്കപ്പ് ഇനണ്ടേറ്റഡ് എന്ന് വെച്ചാൽ ഫ്ലഡ് അല്ലെങ്കിൽ ഓവർവെൽം. ഓക്കെ, നമ്മൾ പറയും, അതായത് ഫ്ലഡിങ് ലാൻഡിനെ നമ്മൾ ഇൻറ്റൻഷനലി നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിലും ഇനണ്ടേറ്റ് എന്ന് തന്നെ പറയുന്നത്. സോ ഇനണ്ടേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലഡിൻ്റെ വേറൊരു പേരാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫ്ലഡ് വന്നാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ബീൻ ഇനണ്ടേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ഇനണ്ടേറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, വേർബാണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ സംഭവം, ഇനണ്ടേറ്റ്. ഓക്കെ, INUNDAT. ഓക്കെ, സോ അത് ഇനണ്ടേറ്റ് ചെയ്തിരിക്കുകയാണ് പല ഏരിയാസും. വെരി സിവിയർ സൈക്ലോൺ സ്ട്രോമ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ സെയിം സംഭവം തന്നെയാണ്. സോ ഇങ്ങനത്തെ സംഭവം വരുമ്പോഴേ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്പീഡിൽ അങ്ങ് വായിച്ചു പോകാൻ പറ്റും. അതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പത്രം വായിക്കുന്നത് പറയുന്നത്. Okay, according to Indian Meteorological Department, the storm caused the North Odisha coast about 20 kilometers south of Balasore between 10:30 a.m. and 11:30 a.m. Estimated wind speed എന്ന് പറയുന്നത് 130 to 140 km/h ആണ് അല്ലേ. സോ അതാണ് പറയുന്നത്. മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റ് ഉണ്ട് ജാർഖണ്ഡിലെ, മയൂർഭഞ്ച്. ഓക്കെ, ജാർഖണ്ഡിൽ ഒരുപാട് കോൾ മൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കണം. മയൂർഭഞ്ച്, കെഞ്ചുൻജാറൊക്കെ ജാർഖണ്ഡിലുള്ള അങ്ങനത്തെ അറിയപ്പെടുന്ന സ്ഥലമാണ്, കേന്ദ്രപാറ. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ മിനറൽസ് പഠിക്കുമ്പോൾ ഇന്ത്യയിൽ മിനറൽസ് എവിടെയൊക്കെ കാണപ്പെടുന്നു പറയുമ്പോൾ NCERTയിൽ ഒരു മാപ്പ് ഉണ്ട്, അത് കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അടുത്തത് നമ്മുടെ വാട്സാപ്പിൻ്റെ കാര്യമാണ്. വാട്സാപ്പ് ഡൽഹി ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ന്യൂ IT റൂൾസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ വയലേഷൻ ഓഫ് റൈറ്റ്സ് എന്നാണ് വാട്സാപ്പ് പറയുന്നത്. വാട്സാപ്പ് ഹാസ് ഫയൽഡ് എ പ്ലീ ഓഫ് കണ്ടൻഡിങ് ദാറ്റ് ദ ന്യൂ IT റൂൾസ് വയലേറ്റ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് പ്രൈവസി. അതായത് ഒരാൾക്ക് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പ്രൈവസീനെ വയലേഷനാണ് ഈ ഒരു പുതിയ ലോ പ്രകാരം വരുന്നത്. അതായത് ഗവൺമെൻറ്റിന് അറിയണം നമ്മൾ എന്തൊക്കെ മെസ്സേജ് വാട്സാപ്പിൽ കൂടെ അയക്കുന്നു എന്നുള്ളത്. നമ്മുടെ KS പുട്ടസ്വാമി കേസ് അറിയാമല്ലോ. സോ ആ ഒരു കേസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. റിക്വയറിങ് ഇൻ്റർമീഡിയറ്റ്സ് ടു എനേബിൾ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് ഒറിജിനേറ്റർ ഓഫ് ദി ഇൻഫർമേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ കൊറോണയുടെ കാര്യം പറയുവാണെങ്കിൽ കൊറോണ വാക്സിനേഷനെ പറ്റിയിട്ടൊക്കെ വെരി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, ഫേക്ക് ന്യൂസസ് ഉണ്ട്. അപ്പോൾ ആ ന്യൂസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തെന്ന് അറിയണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഫസ്റ്റ് ഒറിജിനേറ്റർ ഓഫ് ദി ഇൻഫർമേഷൻ. അതറിയണം. അതുപോലെ തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്താണ്. അപ്പോൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് വൺ സൈഡിൽ നിന്ന് മറ്റു സൈഡിലുള്ള ഈ രണ്ടുപേർക്ക് മാത്രമല്ലാതെ തേർഡ് പാർട്ടിക്ക് ഇത് കാണാൻ പറ്റില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പുതിയ റൂൾ പ്രകാരം തേർഡ് പാർട്ടിക്ക് കാണാൻ പറ്റണം എന്നുള്ളതാണ് അതിൽ വരുന്ന രണ്ടാമത്തെ കാര്യം. പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും എക്സ്പ്രഷനെയും ഇൻഎക്സ്ട്രിക്കബിളി okay, inextricably intertwined with the right to freedom of speech and expression. അപ്പോൾ intertwined എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കേട്ടോ ഇത്. intertwined എന്ന് വെച്ചാൽ രണ്ടും കൂടെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് നമ്മൾ പറയില്ല, അതാണ് intertwined. twine എന്ന് വെച്ചാൽ എന്താണ്, കെട്ടുകയാണ്. അപ്പോൾ intertwined എന്ന് വെച്ചാൽ എന്താണ്, രണ്ടും കൂടെ ചേർത്ത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ് intertwined. ഓക്കെ, അതിൻ്റെ സ്പെല്ലിങ് ഞാൻ എഴുതിയ തെറ്റാണ്, ഞാൻ ടൈപ്പ് ചെയ്തത്. ഓക്കെ, one second. അപ്പം നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇൻ്റർട്വൈൻഡ് കണ്ടോ, ഇതാണ് ഇൻ്റർട്വൈൻഡ്. അപ്പോൾ ഇൻ്റർട്വൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്, വേറെ ഒന്നുമല്ല, കെട്ടിപ്പിണഞ്ഞ് കിടക്കുക, ആ ഒരു മീനിങ് ആണ് ഇൻ്റർട്വൈൻഡിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അവർ ആർഗ്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വാട്സാപ്പിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് ചാലഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 3 മാസത്തോളം സമയം കൊടുത്തിട്ട് വാട്സാപ്പ് ഇപ്പോൾ ലാസ്റ്റ് സമയത്താണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുന്നത്. സോ അത് ജുഡീഷ്യൽ ഡിക്റ്റം എന്ന് പറയുന്ന സംഭവമാണ്. ജുഡീഷ്യൽ ഡിക്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ജുഡീഷ്യൽ ഡിക്റ്റം എന്ന് വെച്ചാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന
കോടതിപരമായി ജുഡീഷ്യൽ പരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ ഡിക്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും അബ്സല്യൂട്ട് അല്ല എന്നുള്ളതാണ് സെൻട്രൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കണം. എല്ലാ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസിൽ നിന്നും കംപ്ലയിൻസസ് വാങ്ങുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറ്റ്സ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ന്യൂസ് ഒന്ന് കിടക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്പ് WhatsApp has approached the Delhi High Court challenging the central government's new information technology rules 2021, which include a requirement for social media platforms to compulsorily enable the identification of the first originator of the information in the India upon the government or court order. ഗവൺമെൻറ് ഓർഡറോ കോർട്ട് ഓർഡറോ കൊണ്ടുവന്നത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് കമ്പൽസറി ആയിട്ട് നമ്മുടെ ഈ മെസ്സേജ് ആരാണ് അയച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കണം എന്നുള്ള ആ ഒരു സംഭവം വരുന്നുണ്ട്. അതാണ് അത് ആദ്യം പറയുന്നത്. രണ്ടാമത്, ഫേസ്ബുക്ക് ഓൺ കമ്പനി ആർഗ്യൂഡ് ദാറ്റ് ദിസ് ഈ പ്രൊവിഷൻ അവർ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വളരെ രീതിയിൽ വയലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൽ പറയുന്ന രണ്ടാമത്തെ. സോ ഫേസ്ബുക്ക് ഓൺ കമ്പനി ആണ് വാട്സാപ്പ് അല്ലേ, ഫേസ്ബുക്ക് ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മളൊരു മെസ്സേജ് ഇങ്ങനെ ഒരു ഇത് നമ്മൾ ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്, സോ അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈവസീനെ എൻക്രിപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവർ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബ്രേക്ക് ആവും എന്നുള്ളതാണ് ഇവർ പറയുന്ന മെയിനായിട്ടുള്ള കണ്ടൻഷൻ. ഓക്കെ, സോ അതുവഴി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് പ്രൈവസി വയലേറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് പറയുന്നത്. നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഗൈഡ് ലൈൻസ് മീഡിയ എത്തിക്സ് കോഡ് 2021 എന്ന് പറയുന്നത് February 25 വന്നത്. ഇത് വളരെ വലിയ കൺസേൺസ് വളരെ എക്സ്പേർട്സ് വളരെ റേസ് ചെയ്ത സമയമുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു മേജർ ടെക് കമ്പനി ഈ ഒരു IT റൂൾസ് ഡൽഹി ഹൈക്കോടതിയിൽ ഓൾറെഡി പറയുന്നത്, അതായത് ഓൾറെഡി അവർ ഫയൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത നോക്കാം. More fiscal support imperative, they Kotak. അപ്പോൾ India's economy urgently needs increased fiscal spending from the government to support business that have suffered stress from the COVID-related disruption. അപ്പം COVID-related disruptions വന്നിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സിനും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. CIAയുടെ പ്രസിഡൻ്റാണ് ഉദയ് കോട്ടക്, അറിയാമല്ലോ, കോട്ടക് ഇൻഡസ്ട്രീസ് ഒക്കെ. അപ്പോൾ CIAയുടെ പ്രസിഡൻ്റാണ് കോട്ടക്. ഓക്കെ, CIA എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ പൊളിറ്റിയിൽ അതിനെ പറയുന്നത് ഒരു സംഭവമുണ്ട്, ബഫർ ഗ്രൂപ്പ്സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സംഭവമുണ്ട്, അത് വേണമെന്നില്ല. മേജർ ലാബ്സ് ഇൻ ഗിവിങ് വാക്സിൻസ് ഇൻ UP വില്ലേജ്. അപ്പോൾ 20 persons were given wrong second dose. അപ്പോൾ 20 ആൾക്കാർക്ക് റോങ് സെക്കൻഡ് ഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം 20 വില്ലേജസ്, ഓക്കെ, വില്ലേജസ് ആണ്. അപ്പോൾ വില്ലേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വില്ലേജ് താമസിക്കുന്ന ആൾക്കാർ കേട്ടോ. ഞാനത് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ തെറ്റി പോകുമെന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അപ്പോൾ അവർ ആദ്യത്തെ ഡോസിൽ കോവിഷീൽഡ് കൊടുത്ത് രണ്ടാമത്തെ ഡോസിൽ കോവാക്സിനാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നുള്ളവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നെഗ്ലജൻസിൻ്റെ ആക്റ്റാണ്. അപ്പോൾ കേസ് എടുക്കുകയാണെങ്കിൽ നെഗ്ലജൻസിൻ്റെ കഴിവായിരിക്കും കേസ് വരുന്നത്. ഓക്കെ, ആരും ചെക്ക് ചെയ്തില്ല, ആശാ വർക്കേഴ്സ് ഒന്നും ചെക്ക് ചെയ്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എനിവേ അടുത്തത്, പാനൽ ടു പ്രോബ് റിമൂവൽ ഓഫ് ഷ്രൗഡ്സ് ഫ്രം ദി ഗ്രേവ്സ്. അപ്പോൾ ഗംഗയുടെ തീരത്താണ്, ഞാൻ പറഞ്ഞില്ലേ ഷ്രൗഡ്സ് എന്ന് പറയുന്നത് എന്താ നോക്കാം. വാട്ട് ആർ ഷ്രൗഡ്സ്? ലുക്കപ്പ്. ഷ്രൗഡ്സ് എന്ന് പറയുന്നത് വൈൻഡിങ് ഷീറ്റ് അല്ലെങ്കിൽ കവറിങ്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബോഡീനെ പൊതിയുന്ന തുണിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കവറിങ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അത് നോക്കാൻ വേണ്ടി ഒരു പാനലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഫാമേഴ്സിൻ്റെ 6 മാസത്തെ സ്ട്രൈക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതറിയാമല്ലോ, ഡൽഹിയിൽ നടന്നതാണ്. സൊഡോമി വിക്ടിം. എന്താണ് സൊഡോമി നോക്കാം. സൊഡോമി എന്ന് പറയുന്നത്, ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടീൻ്റെതായിരിക്കും കേട്ടോ. ഒരു 6 year old ബോയിനെയാണ് ആക്ച്വലി സബ്ജക്റ്റ് ടു സെക്ഷൽ അസോൾട്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവം പ്രകാരം ആ കുട്ടീനെ ആക്ച്വലി കൊച്ചുകുട്ടിയാണ്, ആൺകുട്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നടന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കേസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആക്ട് ഉണ്ടാകുന്ന നോക്കട്ടെ. ആക്ട് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് പോസ്കോ ആക്റ്റിലാണ് മെയിനായിട്ടും വരുന്നത് കേട്ടോ. പോസ്കോ ആക്റ്റാണ് വരുന്നത്. ചിൽഡ്രൻസ് കോർട്ട് അതനുസരിച്ചിട്ട് വരും. ഓക്കെ, സോ അടുത്തത് 3 arrested for slaughtering cows in separate incidents in outer Delhi. Okay, 4 accomplices Olympic medalists ആണ് വേണ്ട. 2 held for duping on pretext of oxygen supply.
അതിൻ്റെ ആക്ട് ഉണ്ടെങ്കിൽ ആക്ട് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഇല്ല, ആക്ടില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു ക്രൈം നടക്കുന്നെങ്കിൽ ആ ക്രൈമിൻ്റെ ആക്ടും അതിൻ്റെ സെക്ഷനും ചിലപ്പോൾ എഴുതിയേക്കും, അത് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ ഒന്നും നോക്കണ്ട, അത് മാത്രം നോക്കുക. ഇന്ത്യൻ ഒരു കോർട്ട് നമ്മുടെ അമേരിക്കൻ സിറ്റിസനെ ഒരു അമേരിക്കൻ ഇന്ത്യൻ ഒറിജിനൽ അമേരിക്കൻ സിറ്റിസൺ ഡ്രഗ് കേസിൽ ഒരു കോർട്ട് കേസ് ഉണ്ടായിരുന്നു, ഹൈക്കോർട്ടിൻ്റെ ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു, ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഗൂഗിളിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അത് പുള്ളി 2009 ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുകയും നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സൈക്കോട്രിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് അയാൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിരുന്നത്. ലോക്കൽ കോർട്ടിലെ പ്രകാരമാണ് പുള്ളി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത്, പുള്ളി അത് കഴിഞ്ഞ് അക്വിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ പുള്ളിയുടെ പേരിലുള്ള കേസ് ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അയാളുടെ ഫുൾ നെയിം അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കേസെന്നും പറഞ്ഞ് തന്നെ അടിച്ചു നോക്കാം, ചിലപ്പോൾ ചില ക്രിമിനൽ കേസസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും FB സെർച്ച് ചെയ്യും. ഞാൻ FB സെർച്ച് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത് സെർച്ച് ചെയ്യുന്നത് ഇസ് ഗൂഗിൾ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഗൂഗിൾ. കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഗൂഗിളിൽ നിന്ന് കിട്ടും. ഈവൻ അവരെ eBayയിലോ അവരെന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് നെറ്റിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട്, വിതൗട്ട് മച്ച് നത്തിങ്. ഓക്കെ, നമ്മുടെ പോസിറ്റിവിറ്റി റേറ്റ് ഡൽഹിയുടെ കാര്യമാണ് പറയുന്നത്, വേണ്ട, അതൊന്നും വേണ്ട. രാജസ്ഥാൻ ഗവൺമെൻറ് ടു ഓഡിറ്റ് COVID-19 ഡെത്ത്. അതൊരു നല്ലൊരു കാര്യമാണ്, കാരണം എത്ര പേര് മരിച്ചെന്ന് ഇപ്പോഴും അറിയത്തില്ല, കറക്റ്റ് നമ്പർ അറിയത്തില്ല. ജാർഖണ്ഡ് ഡിസ്മിസസ് സെൻറ്റേഴ്സ് ചാർജ് ഓൺ വാക്സിൻ വേസ്റ്റേജ്. അപ്പം ഏറ്റവും നല്ല മാനറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വാക്സിൻ വേസ്റ്റേജ് ചെയ്തു എന്നാണ് സെൻറ്റർ പറഞ്ഞത്, അത് തെറ്റാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫുൾ മൂൺ റൈസ് ഓവർ ദി ഹൊറൈസൺ അറ്റ് ഗുരുഗ്രാം ആൻഡ് ഹരിയാന ഓൺ വെനസ്ഡേ. അപ്പോൾ ഹൊറൈസൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കാണത്തില്ലേ, അതായത് ഈ മരീചിക എന്നാണ് ഹൊറൈസൻ്റെ മലയാളം. ഓക്കെ, അറിയാമായിരിക്കും എല്ലാവർക്കും, എന്നാലും പറഞ്ഞു പോകുന്നുള്ളേ ഉള്ളൂ. അടുത്തത് ആസാം സ്കൂൾ മേ റീയൂണൈറ്റ് ഫോഴ്സ് കോവിഡ് കോസ്. വീറ്ററൻ ഫ്രീഡം ഫൈറ്റർ HS ദൊരൈസ്വാമി. ഓക്കെ, കർണാടകത്തിൻ്റെ നോട്ടഡ് വോയിസ് ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്, പുള്ളിയാണ് മരിച്ചത്. 103 വയസ്സായിരുന്നു. ഹി വാസ് ബോൺ ഇൻ April 10, 1918 and Harohalli, the outskirts of Bangalore, and he was jailed during the Quit India movement, and he was a freedom struggle at യങ് ഏജ് തന്നെ പുള്ളി ഫ്രീഡം സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഇൻഫ്ലുവൻസിൽ വന്നിട്ടാണ് പുള്ളി, ഗാന്ധിയനായിരുന്നു അങ്ങറ്റം. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഹി വാസ് ഡിസോസിയേറ്റഡ് ഫ്രം ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ എല്ലാ നാഷണൽ കോൺഗ്രസ് സോഷ്യൽ മൂവ്മെൻറ്റ്സിൽ നിന്നും പുള്ളി വളരെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് അവാർഡ് ദി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ രാംനാഥ് ഗോയിങ്ക. അറിയാമല്ലോ, രാംനാഥ് ഗോയിങ്ക എക്സലൻസ് അവാർഡ് 2019 പുള്ളിക്കാണ് കിട്ടിയത്. 2018 ഹി വാസ് അവാർഡ് ദി ബാസവ പുരസ്കാര ബൈ ദി കർണാടക ഗവൺമെൻറ്. ഓക്കെ, സോ പുള്ളീനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്, വലിയ കാര്യമില്ല, ബട്ട് യു ഷുഡ് നോ ഹൂ വാസ് ഹിം. ലക്ഷദ്വീപ് എക്സ്പേർട്സ് അർജ് കേരള ഗവർണർ ടു ഇൻ്റർവ്യൂ. അപ്പോൾ കേരള ഗവർണറിനടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്, ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുക, അല്ലെങ്കിൽ അതിൽ തടസ്സപ്പെടുത്തുക, ഈ കാര്യങ്ങൾ എന്താണ് പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സ് പറയുന്നത്. എക്സ്പേർട്സാണ്, ഗവൺമെൻറ് അല്ല, എക്സ്പേർട്ടാണ് പറയുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടാണ് ഇത് നിർത്താനൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രഫുൽ പട്ടേലാണ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അയാളുടെ പേരറിയാമല്ലേ, പ്രഫുൽ ഖോഡ പട്ടേൽ. സോ എന്താ പറയുക, റെസ്ട്രിക്ഷൻസ് ഇൻ ഐലൻഡ്സ്, ബാനിങ് ബീഫ് പ്രൊഡക്ട്സ്, ഡിമോളിഷിംഗ് ഫിഷർമെൻസ് ഷെഡ്സ്, ബിൽഡിംഗ് കോസ്റ്റൽ ഏരിയാസ്, വയലേറ്റ് കോസ്റ്റ് ഗാർഡ് ആക്ട് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ചുമ്മാ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ആൾക്കാരെ വെറുതെ ചൊറിഞ്ഞ് ആൾക്കാരിൽ നിന്ന് മാന്ത് വാങ്ങുക എന്നുള്ളത് ഇറ്റ് ഇസ് ദെയർ ഓൺ തിങ് അല്ലേ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള 0 crime റേറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. യെസ്, ഇനി നമ്മൾ അടുത്ത എഡിറ്റോറിയലിലേക്ക് വരാണ്. നാച്ചുറലി സെലക്ഷൻ, പ്രയോറിറ്റൈസിങ് ദ വൾനറബിൾ ഇൻ COVID-19 വാക്സിനേഷൻ ഫോർ 18+ ഗ്രൂപ്പ് ഈസ് എസെൻഷ്യൽ. അപ്പോൾ നമുക്കറിയാം, ഇനി 18+ ആൾക്കാർക്ക് വാക്സിനേഷൻ എടുക്കുന്ന സമയമാണ്. നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും മിക്കവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും OTP കിട്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് 18+ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ജേർണലിസ്റ്റുള്ള ആൾക്കാർ, ആ രീതിയിൽ എന്ത് ചെയ്യുക, തരംതിരിച്ച് അതിൻ്റെ രീതിയിലുള്ള വൾനറബിൾ സെക്ഷൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ വാക്സിനേഷൻ കൊടുക്കുന്നതാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. നമുക്ക് ആ ഒരു എഡിറ്റോറിയൽ വായിച്ച് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം.
When supply is finite, it is a no-brainer that a burgeoning demand will not be met. അപ്പോൾ ബൂർജനിങ് ഡിമാൻഡ് എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ ബൂർജനിങ് എന്ന് പറയുന്നത്. ബൂർജ എന്നൊക്കെ പറയുന്നത്. ബൂർജനിങ് എന്ന് പറയുന്നത് ഇതിനെ മീൻ ചെയ്തിരിക്കുന്നത് ഇസ് വാട്ട് എന്താണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബൂർജനിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇൻക്രീസിങ്. ഓക്കെ, ഇൻക്രീസിങ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രോ റാപ്പിഡ്ലി. അപ്പോൾ വളരെ വലിയ രീതിയിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് മീറ്റ് ചെയ്ത സമയത്ത് സപ്ലൈ എന്ന് പറയുന്നത് വളരെ കുറച്ചായതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ടൈലറിങ് സപ്ലൈ ചെയ്യണം. അതായത് ടൈലറിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ COVID-19 വാക്സിനേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള സപ്ലൈസ് വളരെ കുറവാണ്. സപ്ലൈ വളരെ കുറവാണ്, മാത്രമല്ല ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുവാണ്, ഐഡിയൽ ആണ്, ഡിസ്റ്റൻ്റ് ആണ് ഈ ഒരു സമയത്ത്. പക്ഷേ എല്ലാ ആൾക്കാർക്കും വാക്സിനേഷൻ കൊടുക്കുന്നില്ല, എല്ലാ പോപ്പുലേഷൻ ആൾക്കാർക്കും വാക്സിനേഷൻ കൊടുക്കുക പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ അതാവേണ്ട സമയമാണ്, ഐഡിയൽ സിറ്റുവേഷനാണ്. പക്ഷേ അങ്ങനെയുള്ള സംഭവം നമുക്കിപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഹേർഡ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സപ്ലൈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും, പ്രയോറിറ്റൈസേഷൻ ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. വൈൽ ദ വാക്സിനേഷൻ ഹാവ് ബീൻ ഷോൺ ടു ബി എഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിംഗ് ഡെത്ത് ഓർ സിവിയർ കേസസ് ഡിസീസസ് ബൈ ആൻഡ് ലാർജ്, ആൻഡ് ദ വാക്സിൻസ് എഫക്ട് ഓൺ ഇൻറ്ററപ്റ്റിംഗ് ഓർ റെഡ്യൂസിംഗ് ട്രാൻസ്മിഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ഡിപ്ലോയ്മെൻറ്റ്. ഡിപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, യൂസ് ചെയ്യുക എന്നാണ് ഡിപ്ലോയ് എന്ന് പറയുന്നത്. ഡിപ്ലോയ് ചെയ്യുന്നത് പറഞ്ഞാൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം, നമ്മൾ ഈ ഒരു പ്രയോറിറ്റൈസേഷൻ കൊണ്ടുവരുന്നതനുസരിച്ച് നമുക്കറിയാം, വാക്സിനേഷൻ ഒന്ന് ചെയ്യുന്നത് പ്രിവെൻറ്റ് ഡെത്ത്, രണ്ടാമത് ഡിസീസ് കുറയ്ക്കുകയാണ്, പിന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ റേറ്റ് കുറയ്ക്കുന്നതിനും വാക്സിനേഷനും വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പം ഇതിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നതെങ്കിൽ വാക്സിനേഷനും ഇൻഫെക്ഷനും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഒരു സ്റ്റഡി കണ്ടെത്തിയെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിൽ 60 വയസ്സ് എബവ് ഉള്ള ആൾക്കാർ, വാക്സിനേഷൻ ചെയ്ത ആൾക്കാരുടെ സെക്കൻഡ് വേവ് വന്നപ്പോൾ അവർ 7% അതിൽ നിന്നും കുറഞ്ഞു എന്നാണ്. സെക്കൻഡ് വേവിൻ്റെ ആ ഒരു എഫക്റ്റ് 7% കുറഞ്ഞു എന്നാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ ഏജ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഏർലി പ്രയോറിറ്റി ഗ്രൂപ്പ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് വാക്സിനേഷൻ സെൻറ്റർ എല്ലാ അഡൾട്ട്സിനും കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറ്റ് ഈസ് ഇംപെറേറ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി നീഡഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്താ പറയുക, നമ്മൾ ഇംപെറേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മളത് ആവശ്യമാണ്, വൈറ്റലി ഇമ്പോർട്ടൻറ്റ്. യെസ്, വൈറ്റലി ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പറേറ്റീവിൻ്റെ മീനിങ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റി കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൾണറബിലിറ്റിയും സൊസൈറ്റി റോളിലും അനുസരിച്ചായിരിക്കും അത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് സെക്ടർ, അതായത് സർവീസ് സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയാലും തന്നെയും അവർ ട്രഷറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരെന്ന് പറയുന്നത് ഡെയിലി ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, മൾട്ടിപ്പിൾ പീപ്പിളായിട്ട് മാൻഡേറ്റ് ഇൻട്രാക്ഷൻ. അപ്പം ഈ ഒരു സംഭവം വരുന്നത് ബാങ്ക്സ്, ഡെലിവറി ഏജൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാഫ്, സ്റ്റോർ വർക്കേഴ്സ്, വെൻഡേഴ്സ്, ലോയേഴ്സ്, ജേർണലിസ്റ്റ്, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇവർക്കാണ് ആദ്യമായിട്ട് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ഫ്രീ വാക്സിനേഷൻ കൊടുക്കുന്ന സമയത്ത് അത് വളരെ പ്രൂഡൻറ്റ്, ഇറ്റ് ഈസ് വെരി പ്രൂഡൻറ്റ് എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വൈസ്, അല്ലെങ്കിൽ കോഷ്യസ്, അല്ലേ, ബുദ്ധിപൂർവമായ ഒരു ഡിസിഷനാണ് പ്രൂഡൻറ്റിൻ്റെ അർത്ഥം. പ്രൂഡൻറ്റ്, വൈസ്. അപ്പോൾ വെരി പ്രൂഡൻറ്റ് ടു ഡ്രോ ഇപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ്. ഈവൻ 18 to 44 ഏജ് കാറ്റഗറിയിൽ വരെ നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. കേരള, കർണാടക ആൻഡ് തമിഴ്നാട് അത് നടത്തിയിട്ടുണ്ട്, നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ കേരള ശരിക്കും പറഞ്ഞാൽ മോർബിഡിറ്റീസും ഡിസബിലിറ്റീസും അങ്ങനെ 43 കാറ്റഗറീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കർണാടക 18 കാറ്റഗറീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാങ്ക് വർക്കേഴ്സ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രോഡ് ലിസ്റ്റ് ഓഫ് കാറ്റഗറീസ് ഇൻക്ലൂഡ് ഡിസേബിൾഡ്, വെൻഡേഴ്സ്, ഇ-കൊമേഴ്സ് സ്റ്റാഫ്, ഫാർമസി, ഗ്രോസറി സ്റ്റോർ സ്റ്റാഫ്, അങ്ങനെ. അപ്പോൾ സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു സൂത്രധാരൻ്റെ റോളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ഒരു എൻ്റയർ പാൻഡമിക്കിൽ. അത് ശരിക്കും പറഞ്ഞാൽ സെൻറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റ് കൊണ്ടുവരേണ്ടത്. പക്ഷേ അതും സ്റ്റേറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് അതിൻ്റെ അനുസരിച്ച് ലോക്കൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് സ്റ്റേറ്റിനും അതിന് ഡിഫർ ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള, കർണാടക ആൻഡ് തമിഴ്നാട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? ബാക്കി എല്ലാ സ്റ്റേറ്റ്സിനും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന 3 സ്റ്റേറ്റ്സ് കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. അപ്പോൾ വൺസ് വാക്സിനേഷൻ സപ്ലൈ പിക്സ് അപ്പ്, മോർ എക്സ്പാൻസീവ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസും കൊടുക്കാം. പക്ഷേ വാക്സിനേഷൻ സപ്ലൈ വളരെ കുറവാകുന്ന സമയത്തും ഡിമാൻഡ് വളരെ കൂടുന്ന സമയത്തും നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ വൾണറബിലിറ്റി അനുസരിച്ച് നോക്കണം എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കാം, ഇംപീരിയസ് മിസ്സ്റ്റെപ്സ്. അപ്പോൾ എന്താണ് ഇംപീരിയസ് നോക്കാം, എനിക്കും അറിയില്ല. ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇംപീരിയസ്. ഓക്കെ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഇംപീരിയസ് എന്ന് വെച്ചാൽ അറഗൻറ്റ്, ഡൊമിനേറ്റിംഗ്. ഓക്കെ, അതാണ് ഡൊമിനിയറിങ് എന്നൊക്കെ പറയുന്നതാണ് ഇംപീരിയസിൻ്റെ മീനിങ്. അപ്പോൾ ഇംപീരിയസ് ആയിട്ടുള്ള മിസ്സ്റ്റെപ്സ്, അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡൊമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ, ലക്ഷദ്വീപിൽ.
അഡ്മിനിസ്ട്രേറ്റർ അല്ലേ. അപ്പോൾ ഇംപെരിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഘോഡ പ്രഫുൽ പട്ടേൽ അല്ലേ, പുള്ളിക്കാരൻ്റെ സംഭവം നമ്മൾ നോക്കാം. അപ്പോൾ ഇംപെരിയസ് മിസ് സ്റ്റെപ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മിസ് സ്റ്റെപ്സ് എന്ന് വെച്ചാൽ എന്താണ്? താളപ്പിഴവ് അല്ലെങ്കിൽ താളത്തെറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് പറയുന്നത്. അപ്പം ആ സംഭവമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൽ കൺസീവ്ഡ് പ്ലാൻ. കൺസീവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബേബിയെ കൺസീവ് ചെയ്യുമെന്ന് പറയും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയും അതാണ്. അപ്പോൾ പുള്ളിയുടെ ഇൽ കൺസീവ്ഡ് പ്ലാൻസ് എന്ന് വെച്ചാൽ ഇൽ എന്ന് വെച്ചാൽ ഇല്ലെന്ന് വെച്ചാൽ എന്താണ്? ബാഡ് തിങ്സ് അല്ലെങ്കിൽ നശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതാണ് ഇൽ കൺസീവ്ഡ് പ്ലാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു ആർച്ചി പെലാഗോ ആണ്. നിങ്ങൾക്കറിയാം 36 ഐലൻഡ്സ്. ആർച്ചി പെലാഗോ എന്ന് വെച്ചാൽ എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ആർച്ചി പെലാഗോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൻ്റെ കൂട്ടത്തിനെയാണ്, ഐലൻഡ് ഗ്രൂപ്പിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ആർച്ചി പെലാഗോ. ഓക്കെ, അതിൻ്റെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ആർച്ചി പെലാഗോ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ആർച്ചി പെലാഗോ. ഓക്കെ, അപ്പോൾ 36 ഐലൻഡ്സ് ആണുള്ളത്. 32 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ 36 ഐലൻഡ്സ് ഉള്ളതാണ് നമ്മുടെ ലക്ഷദ്വീപ്. അത് അറേബ്യൻ സീയിലാണുള്ളത്. അതിൻ്റെ യൂണിയൻ ടെറിട്ടറിയാണ്. ഐഡിയലിക് എക്സിസ്റ്റൻസ് ആണ്. ഐഡിയലിക് എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഐഡിയലിക്. 1 സെക്കൻഡ്. ഓക്കെ, ഐഡിയലിക് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എക്സിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഐഡിയലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി എന്നുള്ള ഐഡിയലിക് എക്സിസ്റ്റൻസ് ആണുള്ളത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ഒരു ഡൽഹിയുടെ ആമായിട്ടോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഡൽഹിയിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അതുപോലെയാണ് സംഭവിക്കുന്നത്. പ്രഫുൽ കെ പട്ടേൽ ഒരു BJP പൊളിറ്റീഷ്യനാണ് ഗുജറാത്തിൽ നിന്നുള്ളത്. പുള്ളി ഡിസംബറിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അവിടെ ജോയിൻ ചെയ്തു. പുള്ളി അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ്. അവിടുത്തെ ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ, ലാൻഡ്സ്കേപ്സ് വൃത്തികേടാക്കുന്നു, അവിടുത്തെ ഐലൻഡിലെ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നു. 70,000-ഓളം ആൾക്കാർക്ക് ആൾക്കാരാണ് അവിടെ ആക്ച്വലി ഉള്ളത്. അവരെയൊക്കെ ഒരു അതോറിറ്റേറിയൻ ഇമാജിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻ ആക്ട് ആണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ഇത്രയും വലിയൊരു പവേഴ്സ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുകയും അത് മാത്രമല്ല അവിടെ നിന്ന് ആൾക്കാരെ ഫോഴ്സിബിളി എവിക്റ്റ് ചെയ്യാണ് ഉണ്ടാകുന്നത്, റീലൊക്കേറ്റ് ചെയ്യാണ്. അപ്പം അത് റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട്, അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ബീഫിൻ്റെ സെയിൽ, കൺസംഷൻ ആൻഡ് സെയിൽ ഓഫ് ബീഫ്, പിന്നെ ഫുഡ് ഹാബിറ്റ്സിനെ മാറ്റുന്ന രീതിയിൽ അവിടെ മദ്യം അങ്ങനെ നിങ്ങൾക്ക് അറിയാം അല്ല, നമ്മൾ മറ്റേ സിനിമയെ കണ്ടിട്ടുണ്ട്, മദ്യം അങ്ങനെ അവിടെ കയറ്റത്തില്ല. പക്ഷേ അവിടെ മദ്യത്തിന് സംഭവങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള ആൾക്കാർക്ക് അവിടെ പഞ്ചായത്ത് ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പല കാര്യങ്ങൾ, നല്ല വികൃതമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവൺ കുഡ് ബി ഹെൽഡ് ഇൻ പ്രിസൺ വിതൗട്ട് റീസൺ അപ് ടു എ ഇയർ അണ്ടർ എ ന്യൂ ഗുണ്ട ആക്ട്. അപ്പോൾ നമുക്കറിയാം ലക്ഷദ്വീപിൽ വളരെ വലിയ ക്രൈം റേറ്റ് വളരെ കുറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ഗുണ്ട ആക്ട് കൊണ്ടുവന്നിട്ട് ഒരാളെ റീസൺ ഇല്ലാതെ 1 വർഷം വരെ തടവിന് വെക്കാം എന്ന് പറയുന്നതാണ് ഒരു വളരെ എന്താ പറയുക ഒരു വികൃതമായ ഒരു നിയമമൊക്കെ അവിടെ കൊണ്ടുവന്നത്. ഇന്ത്യയുടെ പാർട്ടാണ് ലക്ഷദ്വീപ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ജനങ്ങളെല്ലാം ഡെമോക്രസി ആഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല ലക്ഷദ്വീപിലെ ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ക്രൈം റേറ്റ് വളരെ കുറവാണ്. അവരങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിലുമല്ല. അതുപോലെ തന്നെ അവരുടെ കോസ്റ്റൽ ഏരിയയിൽ വെച്ചിരിക്കുന്ന ഷെഡ്സ് വരെ ഡിമോളിഷ് ചെയ്തു. ഡിമോളിഷൻ എന്താണ്? ഡിസ്ട്രോയ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയും ചെയ്തു. അവിടുത്തെ ഡയറി ഫാംസൊക്കെ അതൊക്കെ ഷട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് ആസ് ഇറ്റ് കംസ് ഇസ് നോട്ട് എ പ്രോമിസ് ബട്ട് എ സീരിയസ് ത്രെറ്റ് ടു ദ പീപ്പിൾ ഓഫ് ലക്ഷദ്വീപ് ആൻഡ് ദി ഫ്രഗൈൽ എക്കോസിസ്റ്റം. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ നല്ല അടിപൊളിയുള്ള കടൽ സ്ഥലങ്ങളും ഐലൻഡ്സും ഒക്കെയാണ് അല്ലേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ. അപ്പോൾ മിസ്റ്റർ പട്ടേൽ എന്ന് പറഞ്ഞാൽ നോ സ്ട്രോങ്ങർ ടു കോൺട്രവേഴ്സീസ്. അറിയാൻ പണ്ട് മാർച്ചിൽ മുംബൈ പോലീസിനെ പുള്ളീനെ എന്താ പറയുക ദാദ്ര നഗർ ഹവേലിനെ അവിടുത്തെ ഒരു MP മോഹൻ ടാൽക്കറിനും അദ്ദേഹം ബേസ് ചെയ്തൊരു ഡെത്ത് ബൈ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനുവേണ്ടി 7 തവണയും പുള്ളിക്കാരൻ അകത്ത് പിടിച്ചിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. അത് മിസ്റ്റർ പട്ടേലിനെ സൂയിസൈഡ് നോട്ടിൽ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് പൊളിറ്റീഷ്യൻ ടു ബിക്കം ദി അഡ്മിനിസ്ട്രേറ്റർ. ആദ്യമായിട്ടാണ് ഒരു IAS കാരനല്ലാത്ത ഒരാൾ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത്. ആ ലാസ്റ്റ് 5 മാസം കൊണ്ട് തന്നെ പുള്ളി ഒരു യുണീക്ക് ഡിസ്റിഗാർഡാണ് പീപ്പിളിൻ്റെ കൺസേൺസിനും പ്രയോറിറ്റീസിനും കൊടുത്തിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം അവിടെ വല്ല റിസോർട്ട് പണിഞ്ഞിട്ടാൽ അവർക്കല്ലേ ഗുണം, പ്രൈവറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം കാണുന്നുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പീപ്പിൾ ഒരുപാട് പേര് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി നിൽക്കുന്നത്. കാരണം കേരളത്തിൻ്റെ പാർട്ട് എന്ന ലക്ഷദ്വീപ് എന്നുള്ള ഒരു കൺസിഡറേഷൻ നമ്മൾ എന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് അവിടെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ദി ലോങ് ഷാഡോ ഓഫ് പൊളിറ്റിക്കൽ ടർമോയിൽ ഇൻ നേപ്പാൾ. ഓക്കെ, നേപ്പാളിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ വലിയ
അൺസർട്ടനിറ്റി ആയിരുന്നു. അവിടുത്തെ പ്രസിഡൻ്റായ ബിന്ദ്യാദേവി ഭണ്ഡാരി ആയിരുന്നു അവിടുത്തെ ഇഷ്യൂസാണ്. അവിടുത്തെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ രീതിയിൽ പൊളിറ്റിക്സ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെയൊന്നും നോക്കാറില്ല. പക്ഷേ അവിടെ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവം ചെയ്യാനുണ്ടോ എന്നുള്ളത് മാത്രം നോക്കാം. ഓക്കെ, അവിടെ ഒരു മൾട്ടി പാർട്ടി വരുന്ന സംഭവമാണ്. നമ്മൾ വലിയ രീതിയിൽ നോക്കണ്ട. പക്ഷേ ഇന്ത്യക്ക് കൺസേൺ ആയിട്ട് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കറണ്ട് അഫയേഴ്സ് ബുക്ക്ലെറ്റിൽ പഠിക്കാൻ വായിച്ചാൽ മതി. ഇത് ചുമ്മാ നമ്മൾ വായിച്ച സമയം കളയണ്ട. അടുത്തത് ദ വേരിയിങ് പവർ ഓഫ് ഹിന്ദുത്വ ബിയോണ്ട് ഹെഡ്ലൈൻ, അത് വേണ്ട. അടുത്തത് GST, ദി എൻഡ് റോഡ് ഫോർ ഇന്ത്യാസ് GST, ലോസിങ് ദ വേ വിത്ത് മാപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടാക്ലിംഗ് റൂറൽ എക്കണോമിക് ഡിസ്ട്രസ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം 43ാമത്തെ മീറ്റിംഗ് ആണ് GST ടാക്സ് കൗൺസിലിൽ നടന്നത് മെയ് 28. അപ്പോൾ 31 സ്റ്റേറ്റ്സിനെയും യൂണിറ്റസിനെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട്. വരാനാണ് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. 28-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് നടന്നിട്ട് നോക്കിയാൽ പോരെ. സ്റ്റേറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ GST കളക്ഷൻസ് ഫോർ നിയർലി ഹാഫ് ഓഫ് ദി ടാക്സ് റവന്യൂ. നമുക്കറിയാം GST വന്നതിന് ശേഷം സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ സെൻറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയൊക്കെ സെൻറ്ററിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെയാണ് സെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റിന് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ടാക്സിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ സ്റ്റേറ്റ്സിൻ്റെ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഇല്ല, എല്ലാം സെൻറ്ററിൻ്റെ കയ്യിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ക്വാർട്ടർ മീറ്റ് ചെയ്യണമെന്നായിരുന്നു GST കൗൺസിലിലെ മാൻഡേറ്ററി. പക്ഷേ അതൊക്കെ ഇപ്പോൾ 2 ക്വാർട്ടറായിട്ട് ഒരു മീറ്റിങ്ങും നടന്നിട്ടില്ല. കാരണം എന്ന് പറയുന്നത് പാൻഡമിക്കാണ്. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വായിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഇതാണ് പ്രോബ്ലംസ് അണ്ടർപിന്നിങ് GST. Economists and commenters point that the multiple rate structures, high tax slabs and complexity of tax filings, ഇതൊക്കെയാണ് നമ്മുടെ ഈ GSTയുടെ പ്രശ്നം. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ GSTയുടെ ഫസ്റ്റ് ടൈം ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ വേവ്സ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, പക്ഷേ GSTയിൽ ഇപ്പോഴത്തെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്, അതായത് എത്രത്തോളം സ്റ്റേറ്റിന് വിശ്വസിക്കാം. ആദ്യത്തെ തവണത്തെ ഘടുകൾ തന്നെ ഇപ്പോഴും സ്റ്റേറ്റ്സിന് കൊടുക്കാൻ സെൻറ്റർ ബാക്കി നിൽക്കെ എത്രത്തോളം സ്റ്റേറ്റ്സ് സെൻറ്ററിനെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ഫിക്സസ് സച്ച് എസ് സിംപ്ലിഫിക്കേഷൻ ഓഫ് GST rates, tax filing system to restore GST to its initial promise is akin to apply a pain balm to injury that needs surgery. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രശ്നമില്ല. അവരുടെ ഫിസിക്കൽ ഓട്ടോണമി എന്ന് പറയുന്നത് അവരുടെ പൈസയുടെ സംഭവമാണ് ഫുൾ സെൻറ്ററിന് പോയത്. അതുപോലെ തന്നെ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞ എക്കണോമിക് ഗെയിൻസ് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇന്ത്യാസ് ഫെഡറലിസം എന്ന് പറയുന്നത് ഇപ്പോഴും റപ്ചേർഡാണ്. GST in today's politically is acerbic, hate-ridden and divided India is unviable and unworkable proportion. അപ്പോൾ അസർബിക് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അസർബിക് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് അല്ലെങ്കിൽ സോർ. ഓക്കെ, അസർബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു കയ്പ് നിറഞ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, അസ്കോർബിക് ആസിഡ് ആലോചിച്ചാൽ മതി. അസർബിക്, hate-ridden, divided India is an unviable and unworkable proposition ആയിക്കൊണ്ടിരിക്കുകയാണ്. GST ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്സിന് ഗ്യാരണ്ടി ചെയ്തത് 14% ഗ്രോത്ത് അവരുടെ ടാക്സ് റവന്യൂവിൽ എല്ലാ വർഷവും വരുന്നതാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയതല്ലാതെ ഒരു നയാ പൈസയുടെ ഗുണം പോലും സ്റ്റേറ്റ്സിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ റവന്യൂ ഗ്യാരണ്ടി എൻഡ് ചെയ്യുന്നത് ജൂലൈ 2022 അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രിക്കാരിയസ് ആയിട്ടുള്ള എഡിഫൈസ്, അതായത് ഇപ്പോൾ GST സ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു എഡിഫൈസിന് ക്രംബ്ലിംഗ് ഉണ്ടാകും. ക്രംബ്ലിംഗ് എന്ന് വെച്ചാൽ തകർന്നു പോകും. അപ്പോൾ എന്താണ് പ്രിക്കേരിയസ് നോക്കാം. പ്രിക്കേരിയസ് എന്ന് വെച്ചാൽ അൺസർട്ടൈൻ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും അൺസർട്ടൈൻ ആയിട്ട് നിൽക്കുകയാണ്. എഡിഫൈസ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ക്ലിഫിൻ്റെ അറ്റം അല്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ മേൾ ഭാഗം എന്നൊക്കെ പറയും. എഡിഫൈസ് നമുക്ക് നോക്കാം. എഡിഫൈസ് എന്ന് പറഞ്ഞാൽ മേൾ ഭാഗം. ഓക്കെ 1 സെക്കൻഡ് ലുക്കപ്പ്. ഓക്കെ, അപ്പം എഡിഫൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അറ്റം നിൽക്കുന്നതിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രിക്കേരിയസ് ആയിട്ട് നിൽക്കുന്ന സംഭവം ഇപ്പോൾ എന്തായാലും വീഴും എന്നുള്ളതാണ്. അപ്പം സ്റ്റേറ്റ്സിന് ഇപ്പോൾ ഒരു ടാക്സേഷൻ പവർ ഇല്ല. അവരുടെ GST റവന്യൂ അൺസർട്ടൈൻ ആണ്. അവരുടെ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈസ് സീമിങ് ഫാൻഡം ആൻഡ് ഹിപ്പോക്രസി ഓഫ് ദി കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന സാധനമാണ് GST, ലൈക്ക് നീതി ആയോഗ്. അപ്പോൾ എന്നിട്ട് അത് എത്രമാത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ സെൻറ്റർ എന്ത് ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സംഭവം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം അതിൽ നിന്ന് കൊണ്ടുവരണം. അതായത് ഇപ്പോൾ എപ്പോഴത്തെ പ്രശ്നം എന്താണ്, സെൻട്രൽ സ്റ്റേറ്റിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഗ്രോത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇഷ്യൂസ് എന്തായിരിക്കും? ട്രസ്റ്റ് വർത്തിനെസ് ഇസ് ദ ഇഷ്യൂ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. The tapestry of India's GST was stitched on the fabric of implicit trust and painted with vibrant economic colors. അല്ലേ, നമ്മൾ ചൈനയിൽ ഇങ്ങനെ കടക്കും, ചൈനയിൽ അപ്പുറത്താവുമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ് GST.
എന്തായി ഒന്നും ആയില്ല. അതാണ് സംഭവം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇനി 5 വർഷം കൂടെ ഉണ്ടെന്ന് പറയുന്ന ഫെഡറൽ പൊളിറ്റിക്സിന് റവന്യൂ ഗ്യാരണ്ടി ഇനി 5 വർഷം കൂടെ നീട്ടി കൊടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. 28-ാം തീയതി അവരുടെ മീറ്റിംഗ് ആണ്. സോ ഈ 2 എഡിറ്റോറിയൽ നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ. ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.